നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണ്. ഇടവത്തിലെ മകനാണ് അവൻ. അപ്പോൾ അവൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെറ്റും മുണ്ടും കൂടി എടുത്തിരിക്കുന്നത് കേട്ടോ. അമ്പലത്തിൽ പോയി തൊഴുത് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് സെറ്റും മുണ്ടും എടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എനിക്ക് സെറ്റും മുണ്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും സെറ്റും മുണ്ടും എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സെറ്റും മുണ്ടും എടുത്ത് വിളക്ക് കത്തിക്കുന്നത്. അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്ന് സദ്യക്കുള്ള ചെറിയൊരു സദ്യ ഒരുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ. പായസമൊന്നും ഉണ്ടാക്കുന്നില്ല. പായസം അമ്പലത്തിൽ നിന്നാണ് എപ്പോഴും വഴിപാട് കഴിക്കുക പതിവ്. അതാ അപ്പോൾ സദ്യ അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവിയലിൻ്റെ കഷ്ണങ്ങളും അത് കഴിഞ്ഞ് കുറച്ച് പടികൾ, പിന്നെ ഒരു തോരൻ, പിന്നെ ഇസ്റ്റു. എൻ്റെ അച്ഛന് ഇസ്റ്റു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇസ്റ്റു വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കി, പിന്നെ എലിശ്ശേരി ഉണ്ടാക്കി, പിന്നെ അങ്ങനെ കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കി. മെയിനായിട്ട് അവിയലാണ് ഉണ്ടാക്കിയത്. സാമ്പാർ ഉണ്ടാക്കിയില്ല. ഇന്നലെ സാമ്പാർ ആയതുകൊണ്ട് ഇന്ന് വീണ്ടും സാമ്പാർ തന്നെ വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അവിയലാണ് ഉണ്ടാക്കിയത്. എൻ്റെ വിഭവങ്ങൾ റെഡിയായി. ചോറ്, അവിയൽ, പിന്നെ എലിശ്ശേരി, ഇസ്റ്റു, പിന്നെ പയറുപ്പേരി, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ 1000 കറി, അതായത് ഇഞ്ചിത്തൈരാണ്. ഇഞ്ചിത്തൈര് സദ്യയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1000 കറി വെച്ചതിന് തുല്യമാണെന്നാണ് പണ്ട് അമ്മൂമ്മ പറഞ്ഞു കേട്ടിരിക്കുന്നത്. എത്ര പേര് അത് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ 1000 കറി എന്നാണ് വിളിക്കുക. 1000 കറി വെച്ചു എന്നാണ് പറയുക. അതിനുശേഷം ഞങ്ങൾ പിതൃക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറയും. അതായത് ഈ പിറന്നാൾ ദിവസങ്ങൾ നമ്മൾ പിതൃക്കളുടെ അനുഗ്രഹം കിട്ടാനായിട്ട് കാക്കയ്ക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാറുണ്ട്. നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കണമെന്ന് വെച്ചാൽ ആ ഭക്ഷണം സദ്യ ഞാൻ ഒരുമിച്ച് ഒരു ഇലയിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇലയില്ലാത്തതുകൊണ്ട് ഞാൻ പ്ലേറ്റിലാക്കിയിട്ട് പ്ലേറ്റിൽ വെച്ച് കൊടുക്കും. അതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ അത് എന്താ വെച്ചാൽ ഞാൻ ക്യാമറ വെച്ചത് ശരിയാവാത്തതുകൊണ്ട് ശരിയായ സ്ഥലത്ത് ഇരുന്നില്ല. അതിനുശേഷം ഞാൻ വിളക്ക് കത്തിച്ച് അവിടെ ഭഗവാനും സദ്യ കൊടുത്തു. അതിനുശേഷം അമ്മയ്ക്കും അച്ഛനും ഭക്ഷണം കൊടുത്തു. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വേണം ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടുപേർക്കും ഞാൻ വിളമ്പി കൊടുക്കുമായിരുന്നു. അമ്മയ്ക്ക് ഓരോ സാധനങ്ങളും എവിടെയാണ് വിളമ്പിക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ സാധനങ്ങളും വിളമ്പിയ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ വിളമ്പി കൊടുക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ രണ്ടുപേരും സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരിക്കുക. ഞാനും ചേട്ടനും. ചേട്ടൻ സാധാരണ ഫുഡ് കൊണ്ടുപോകാറാണ് പതിവ്. ഇന്നിപ്പോൾ പിറന്നാളായതുകൊണ്ട് ചേട്ടന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ മോനെ വീഡിയോ കോൾ ചെയ്തു. ബർത്ത്ഡേ എല്ലാം വിഷ് ചെയ്തു. അവൻ എവിടെയാണെങ്കിലും, അവൻ UK ജോലി ചെയ്യുന്നത്. അപ്പോൾ അവനെ എവിടെയാണെങ്കിലും അവൻ സന്തോഷമായിട്ടിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, വഴിപാട് ചെയ്തിട്ടുണ്ട്, സദ്യ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് എന്താണ് നിങ്ങളെ കാണുന്നത്. അവനും ഞങ്ങളെ ദൂരെയാണെങ്കിലും വീഡിയോ കോളെങ്കിലും കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. എന്തായാലും അവന് വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചൊരു ദിവസവും ഒരുപാട് സന്തോഷം. പിന്നെ അതിന് ശേഷം ഞാൻ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് സ്ലാബ് അങ്ങനെയെല്ലാം അടുക്കള ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. കുറച്ച് ഫുഡ് ഉണ്ടാക്കിയ എല്ലാവർക്കും അറിയാമല്ലോ, പാത്രങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി അടുക്കളയെല്ലാം വൃത്തിയാക്കി. അങ്ങനെ ഇതാണ് എൻ്റെ ഇന്നത്തെ മോൻ്റെ പിറന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.